93-ൽ പാഥേയത്തിലെ ചെറുവേഷത്തിലൂടെ സിനിമയിലെത്തി. അന്നു മുതൽ ഇന്ന് വരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ലാത്ത നടി. പാഥേയത്തിൽ തുടങ്ങി 2018 വരെ എണ്ണപ്പെട്ട സിനിമകളിൽ അഭിനയ സാന്നിധ്യം അറിയിച്ചിട്ടും മാധ്യമങ്ങൾക്ക് ഇന്നുവരെ റോസ്ലിൻ എന്ന നടി ഒരു ബൈറ്റ് പോലും നൽകിയിട്ടില്ല. സിനിമയുടെ ബഹളങ്ങൾക്ക് നിന്നുകൊടുത്തിട്ടുമില്ല. വരുന്നു, അഭിനയിക്കുന്നു, തിരിച്ചുപോകുന്നു. അതിനപ്പുറം റോസ്ലിൻ ആരെന്നും എന്തെന്നും അറിയുന്നവർ ഒരുപക്ഷേ ഇൻഡസ്ട്രിയിൽ തന്നെ വിരളമായിരിക്കും. ചങ്ങനാശ്ശേരിക്കാരിയാണ് റോസ്ലിൻ. ഗീത തിയേറ്റേഴ്സിന്റെ നാടകങ്ങളിലൂടെ അഭിനയത്തിനൊപ്പം അസാധ്യമായ സൗണ്ട് മോഡുലേഷൻ കൊണ്ട് വേദികൾ ഇളക്കിമറിച്ച നടി. 93-ൽ പാഥേയത്തിലെ ചെറുവേഷത്തിലൂടെ സിനിമയിലെത്തിയ റോസ്ലിന് അടുത്ത അവസരത്തിനായി 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 97-ലെ നീ വരുവോളത്തിൽ മകൾ രേഖാമോഹനെ റേപ്പ് ചെയ്യുന്ന സീനിൽ പ്രത്യക്ഷപ്പെട്ടത് റോസ്ലിന്റെ ഭർത്താവ് തന്നെ. ആ കാരണം കൊണ്ടാകാം നീ വരുവോളം കാണാൻ ഇന്നേവരെ നടിയുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. നീ വരുവോളത്തിലെ അമ്മയെ മനോഹരമാക്കിയതിന് സിബി നൽകിയ ഉപഹാരം 98-ലെ പ്രണയവർണ്ണങ്ങളിലെ മഞ്ജു വാര്യരുടെ ചിറ്റ. 99-ൽ ജനനി ലുക്കീമിയ പേഷ്യന്റ് സിസ്റ്റർ വിക്ടോറിയയായി കഥയുടെ കേന്ദ്രസ്ഥാനത്ത് റോസ്ലിൻ വന്നു. അതേ വർഷം തന്നെ അങ്ങനെയൊരു അവധിക്കാലത്തിൽ സംയുക്തയുടെ അമ്മയായി റോസ്ലിൻ മികവ് തെളിയിച്ചു. സൂപ്പർ ഹിറ്റ് ചിത്രം ഡാർലിംഗ് ഡാർലിംഗിൽ CI പോളിനൊപ്പം ഭാര്യ സാവിത്രിയെ ചിരിപ്പിക്കാനും തനിക്ക് കഴിയുമെന്ന് നടി തെളിയിച്ചു. 2001-ൽ വക്കാലത്ത് നാരായണൻകുട്ടിയിൽ നായകന്റെ അമ്മ. ഷാഹിനിയായി മീര ജാസ്മിൻ നാഷണൽ അവാർഡ് സ്വന്തമാക്കിയ പാഠം 1 വിലാപത്തിൽ ഒരു ഉമ്മയുണ്ട്. ഷാഹിനിയുടെ ഭർത്താവായ റസാഖിന്റെ ഉമ്മ. മകന്റെ 2ാം കെട്ടിൽ അതൃപ്തിയെങ്കിലും പുറത്തു കാണിക്കാതെ അവന്റെ 2 ഭാര്യമാർക്കിടയിലും നിന്ന് നീറുന്ന അവന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദമുയർത്തിയും ഒച്ചയടക്കിയും പ്രതികരിക്കുന്ന റോസ്ലിന്റെ ഉമ്മ എന്ന കഥാപാത്രത്തെ സിനിമ കണ്ടവർ മറക്കില്ല. കഥാപാത്രമായി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ആ സിനിമയിൽ നടി കാണിച്ചു തരുന്നു. മികച്ച 2ാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡും ചിത്രം റോസ്ലിന് സമ്മാനിച്ചു. 2000-ൽ അടൂരിന്റെ 4 പെണ്ണുങ്ങളിൽ ഗീതുവിന്റെ അമ്മയായി മകളുടെ നിർഗുണനും തീറ്റിഭ്രാന്തനുമായ ഭർത്താവിനെ ഉണ്ണുന്നതും ഒരു ജോലി തന്നെ എന്ന് പറഞ്ഞ് അർത്ഥം വച്ച് നോക്കുന്ന റോസ്ലിന്റെ ഭാവാന്തരങ്ങൾ കാലാതീതം കൾട്ട് തന്നെ. 2009-ലാണ് കരിയറിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ റോസ്ലിൻ പ്രത്യക്ഷപ്പെട്ടത്. 7 ചിത്രങ്ങൾ. പിന്നെ പ്രേക്ഷകരിലേക്ക് എത്താൻ 2009-ലെ കാര്യസ്ഥൻ വേണ്ടി വന്നു. 2015-ൽ എന്ന് നിന്റെ മൊയ്തീനിൽ ടോവിനോയുടെ അമ്മവേഷവും റോസ്ലിൻ മികവാർന്നതാക്കി. സിനിമകളിലെ ചെറുവേഷങ്ങൾ റോസ്ലിന് കുറഞ്ഞതോ അതോ കുറച്ചതോ എന്നറിയില്ല. ജോയ്സിയുടെ സൂപ്പർ ഹിറ്റ് സീരിയലുകളിലെ മിന്നുന്ന പ്രകടനങ്ങളിലൂടെ നടി വേറിട്ട വഴി തേടി. അതിൽ തന്നെ മഞ്ഞുരുക്കം കാലത്തിലെ വസുമതി അമ്മയ്ക്കും ഭ്രമണത്തിലെ വിമലാകുമാരിക്കും പ്രത്യേകം ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടായി.